ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ചില ആയുർവേദ മരുന്നുകളെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദിവസേനയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ ഒട്ടേറെ വിഷമതകളും വേദനകളും അതുപോലെ തന്നെ അസുഖങ്ങളും നമ്മളെ അലട്ടാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ വീടുകളിൽ ചില മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വളരെ പെട്ടെന്ന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അവ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് രാത്രികാല സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്, വേദനകൾ ഉണ്ടാകുന്ന സമയത്ത്, അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുന്ന, വളരെയേറെ ആശ്വാസം വഹിക്കുന്ന സാധനങ്ങളായിട്ട് മാറുകയും ചെയ്യും. അത്തരത്തിൽ ഞാൻ നിങ്ങളെ പ്രയോജനപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 മരുന്നുകളാണ്. എപ്പോഴാണ് അസുഖം വരുന്നത് എന്നറിയാൻ പാടില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അത്തരം മരുന്നുകളെല്ലാം നമുക്ക് വളരെയേറെ ആശ്വാസം പകരുന്ന, നമ്മുടെ വേദനകൾക്ക് ശമനം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മുറിവെണ്ണയാണ്. മുറിവെണ്ണ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പേര് മുറിവെണ്ണ എന്നാണെങ്കിൽ കൂടിയും ആ സാധനം നമ്മൾ സാധാരണഗതിയിൽ പരിചയപ്പെട്ടിട്ടുള്ളത് ഉളുക്ക്, ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മരുന്നായിട്ടാണ്, തൈലമായിട്ടാണ് നമ്മൾ സാധാരണഗതി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മുറിവിന് അതിനേക്കാൾ എല്ലാം പ്രയോജനപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മുറിവിന് തന്നെ ആണ്. അതുകൊണ്ടാണ് അതിന് മുറിവെണ്ണ എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ. ചെറിയ മുറിവുണ്ടാകുന്ന സമയത്ത് നമ്മൾ മുറിവെണ്ണ അല്പം പുരട്ടിയിട്ടുണ്ടെങ്കിൽ പാടുപോലും കാണാതെ പെട്ടെന്ന് കരിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് വളരെ കൂടുതൽ പ്രയോജനപ്പെടുന്ന കാര്യമാണ് പൊള്ളൽ. പൊള്ളലിനുള്ള ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ ഈ പേസ്റ്റ് കൊണ്ട് തേച്ച് വെക്കും, അല്ലെങ്കിൽ മറ്റ് തൈലങ്ങൾ തേക്കും. പേസ്റ്റ് യാതൊരു കാരണവശാലും പൊള്ളൽ ഉണ്ടാകുന്ന ഭാഗത്ത് തേക്കാൻ പാടില്ലാത്ത സാധനമാണ് എന്ന് നമ്മൾ പലർക്കും അറിയത്തില്ല. അപ്പം പൊള്ളലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമായിട്ട് വരുന്നത് മുറിവെണ്ണയാണ്. വളരെയേറെ ആശ്വാസം പകരുന്ന സാധനമായിട്ട് മുറിവെണ്ണ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, മുറിവെണ്ണയുടെ പ്രയോജനപ്രദമായ കാര്യം, നമുക്ക് ചതവുണ്ടാകുന്നു, ഉളുക്കുണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വേദന ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുറിവെണ്ണ വളരെ ആശ്വാസം പകരുന്ന ഒരു തൈലമാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് മുറിവെണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആത്യന്തികമായിട്ട് ഉപയോഗിക്കേണ്ടത് 1 മുറിവിന് തന്നെയാണ്, 2 പൊള്ളലിനാണ്, 3ാമത്തെ കാര്യമായിട്ട് മാത്രമേ ചതവ്, ഉളുക്ക്, വേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറുന്നുള്ളൂ. അപ്പോൾ മുറിവെണ്ണ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ ഒരു കുപ്പി എല്ലാ വീടുകളിലും വാങ്ങി സൂക്ഷിച്ചിരിക്കേണ്ട സാധനമാണ്. അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന സാധനവുമാണ്. അടുത്ത 2ാമത്തെ കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞെരിഞ്ഞിൽ പൊടിയാണ്. ഞെരിഞ്ഞിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആ കേട്ടറിവിന് ഉപരിയായിട്ട് ഞെരിഞ്ഞിലിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പലർക്കും അറിയത്തില്ല. ഞെരിഞ്ഞിൽ യൂറിനറി ഇൻഫെക്ഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് അലോപ്പതിയിൽ മരുന്നില്ല. അത്തരത്തിലുള്ള കാര്യമാണ് മഞ്ഞപ്പിത്തം. 2ാമത്തെ കാര്യമാണ് യൂറിനറി ഇൻഫെക്ഷന്. ഇപ്പം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞെരിഞ്ഞിൽ പൊടി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അത് വളരെ ആശ്വാസം പകരുന്ന ഒരു മരുന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നായിട്ട്, പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ആത്യന്തികമായിട്ട് ആ രോഗം ഇല്ലാതാക്കുന്ന ഒരു മരുന്നായിട്ട് അത് മാറുകയാണ്. ഞെരിഞ്ഞിൽ പൊടി നമുക്ക് സാധാരണഗതി മൂത്ര തടസ്സം ഉണ്ടാകുന്ന സമയത്ത്
യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് കഴിക്കേണ്ടത് 3 നേരം 3 ദിവസം നമ്മൾ കഴിക്കേണ്ട സാധനമാണ്. 3 നേരം 3 ദിവസമായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറും. അത്തരത്തിലുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മൾ പലരും അറിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഥമ ശുശ്രൂഷയ്ക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഞെരിഞ്ഞിൽ പൊടി എന്ന് പറഞ്ഞത്. ഞെരിഞ്ഞിൽ പൊടിയുടെ ഉപയോഗം നമുക്ക് സാധാരണഗതിയിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, മൂത്രമൊഴിക്കുന്ന സമയത്ത് ചൊടിയിലുണ്ടാകും. ആ ചൊടിയിൽ അടുത്ത ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നു എങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ഞെരിഞ്ഞിൽ പൊടി 1 ലിറ്റർ വെള്ളത്തിലിട്ട് 15 മിനിറ്റിന് തിളപ്പിച്ച് അത് ഇൻഫെക്ഷനുള്ള ആൾ 3 നേരം 3 ദിവസം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം 3 നേരം 3 ദിവസം കഴിക്കുന്നതിൽ കൂടി ആ യൂറിനറി ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറും. അതല്ല എങ്കിൽ സംഭവിക്കുന്നത് ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസവും മൂത്രം ഒഴിക്കുമ്പോൾ ചൊടിയിലായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ അടുത്ത ദിവസം മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നതിനുള്ള സാധ്യത ആകുകയാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് പനിയുണ്ടാകും, ഛർദിലുണ്ടാകും, ലൂസ് മോഷൻ ഉണ്ടാകും. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആൾ വീണു പോകും. ആൾ വീഴുന്ന സമയത്താണ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആശുപത്രി കൊണ്ടുവന്ന് ICU അഡ്മിറ്റ് ചെയ്ത് നല്ലൊരു തുക ബില്ലായിട്ട് കിട്ടുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നമുക്കുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഞെരിഞ്ഞിൽ പൊടി എന്ന മരുന്നില്ലായത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞെരിഞ്ഞിൽ പൊടി എല്ലാ വീടുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് മരുന്നായിട്ട് വാങ്ങി വെച്ചിരിക്കേണ്ട സാധനമാണ്. ആർക്ക് എപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ മരുന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞെരിഞ്ഞിൽ പൊടിയാണ്. 3-ാമത്തെ മരുന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൂവപ്പൊടിയുടെ പ്രധാനപ്പെട്ട ഉപയോഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നു, ഛർദിലുണ്ടാകുന്നു. അത് അണുബാധ മൂലമുള്ള ഇൻഫെക്ഷൻ അല്ല എങ്കിൽ ഈ കൂവപ്പൊടി കഴിക്കുന്നതിൽ കൂടി മാത്രം ആ അസുഖം ഇല്ലാതാകും. 1 ടീസ്പൂൺ കൂവപ്പൊടി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് പാല് പൊങ്ങി വരുന്ന പോലെ എന്ന് പറയും, കാച്ചുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വാങ്ങിയതിന് ശേഷം വരുന്നുള്ള ഉപ്പൂടെ ഇട്ട കട്ടിയുള്ള കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. അങ്ങനെ കുടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ലൂസ് മോഷന്, അതുപോലെ തന്നെ ഛർദില്, ഈ 2 അസുഖവും ശമനം വരുന്നതായിട്ട് നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ പിടിച്ചു നിർത്തുന്നവൾ നിൽക്കും. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രയോജനകരമായ മറ്റൊരു കാര്യം, നമുക്ക് ഛർദില് ലൂസ് മോഷൻ 2ഉം കൂടി ഒരു 5-6 പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾ വീണുപോകും, എനർജി ഇല്ലാത്ത ആളായിട്ട് മാറിക്കഴിയും, നമുക്ക് അതിഭയങ്കരമായ ക്ഷീണമായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എനർജി വീണ്ടെടുത്ത് കൊടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല എനർജൈസറാണ് കൂവപ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂവപ്പൊടി 2 രീതിയിൽ നമുക്ക് പ്രയോജനം. ഒന്ന്, എനർജൈസറായിട്ട് നമുക്ക് ക്ഷീണമുള്ള സമയത്ത് 1 ടീസ്പൂൺ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കാച്ചി കുടിക്കുന്ന സാധനമായിട്ട് മാറ്റിയാൽ അത് വലിയൊരു എനർജൈസറായിട്ട് മാറിക്കൊള്ളും. നമുക്ക് നഷ്ടപ്പെട്ട ഊർജം നമുക്ക് വളരെ പെട്ടെന്ന് വീണ്ടെടുക്കുന്നതിന് സാധിക്കും. അതോടൊപ്പം തന്നെ ഛർദില്, ലൂസ് മോഷൻ, അണുബാധ മൂലം ഉണ്ടാകാത്ത ഛർദില്, ലൂസ് മോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നമുക്ക് കൂവപ്പൊടി വളരെ ഫലപ്രദമായിട്ട് ലൂസ് മോഷനും ഛർദിലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മരുന്നായിട്ട് മാറുകയാണ്. ഞാൻ കൂവപ്പൊടി നമ്മുടെ വീടുകളിലെല്ലാം ഓരോ ബോട്ടിൽ മേടിച്ച് വെക്കേണ്ട സാധനമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ചുമയ്ക്കുള്ള മരുന്നാണ്. നമുക്കറിയാം, നമ്മൾ ചുമയ്ക്കുള്ള മരുന്നായിട്ട് കഫ് സിറപ്പാണ് സാധാരണ കഴിക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കഫ് സിറപ്പ് കഴിച്ചാൽ 2ഉം 3ഉം 4ഉം കുപ്പി കുടിച്ചാൽ പോലും നമ്മുടെ ചുമ മാറുന്നില്ലാത്തൊരവസ്ഥ വിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വരുന്നതിനുള്ള കാരണം ആ കഫ് സിറപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന ആടലോടകത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. ആടലോടകമാണ് കഫം നിശേഷം ഇല്ലാതാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന്. അപ്പോൾ ആടലോടകം അതിൻ്റെ ഡോസിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്തുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ചുമ മാറിയിരിക്കും. അപ്പം അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയാവുന്നത് ആടലോടക അരിഷ്ടമാണ്. ആടലോടകത്തിൻ്റെ ഇല നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി പറ്റിച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഫലപ്രദമാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമുക്ക് നിശ്ചിത അളവിൽ നിശ്ചിത ഡോസിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് തയ്യാറാക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നവരുമാണ്. ആടലോടക അരിഷ്ടം ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരമായിട്ട് 1 ഔൺസ് വീതം കഴിച്ചാൽ ഒരു 2 ദിവസമൊക്കെ കഴിക്കുമ്പോൾ എത്ര ശക്തിയായിട്ട് ചുമയുള്ള ആളിൻ്റെ ചുമയില്ലാതാകും. കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണേ കൊടുക്കാവുള്ളൂ. മുതിർന്നവരാണ് എങ്കിൽ 1 ഔൺസാണ് കഴിക്കേണ്ടത്. അപ്പോൾ ചുമയ്ക്കുള്ള ഏറ്റവും നല്ല മരുന്ന് ആടലോടക അരിഷ്ടമാണ്. കഫം നിശേഷം ഇല്ലാതാക്കുന്നതിനുള്ള ആടലോടക അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ചുമയിൽ നിന്ന് നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടുത്ത പ്രധാനപ്പെട്ട മരുന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആടലോടക അരിഷ്ടമാണ്. അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വീണ്ടെടുത്ത് കൊടുക്കുന്നതിനുള്ള സാധനമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ വളരെ ഫലപ്രദമായ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വീണ്ടെടുത്ത് കൊടുക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കും. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് രോഗത്തിന് അടിമകളാകുന്നത്. പക്ഷേ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ടീ മാത്രം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഗ്രീൻ ടീയുടെ കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിച്ച ആ ഗ്രീൻ ടീ വളരെ ഫലപ്രദമായ ഒരു മരുന്നായിട്ട് മാറുകയാണ്. പലരും എന്നോട് ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ഗ്രീൻ ടീക്കകത്തേക്ക് തേൻ ചേർക്കാമോ എന്നുള്ള കാര്യമാണ്. തേൻ ചേർക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. തേൻ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തേൻ്റെ അകത്തെ പോഷകാംശങ്ങളൊന്നും ചൂടാകുന്ന സമയത്ത് നഷ്ടപ്പെടില്ല. അത് 80 ഡിഗ്രിയിലാണ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില പോഷകാംശങ്ങൾ നഷ്ടപ്പെടുന്നത്. 60 ഡിഗ്രി വരെ പൂർണ്ണമായിട്ട് സേഫാണ്. നമ്മൾ ഗ്രീൻ ടീ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും തേൻ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ ടീയുടെ ചൂട് ഒരു 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടുതൽ ഉണ്ടാകില്ല. നമ്മൾ കുടിക്കുന്ന എല്ലാ ചായ, കാപ്പി ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല, പൊള്ളലുണ്ടാക്കും വായിൽ. അപ്പോൾ ഗ്രീൻ ടീ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മരുന്ന് എന്നുള്ള നിലയിൽ. അതിനടുത്തായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന സാധനം കുഴിനകത്തിനുള്ള മരുന്നാണ്. കുഴിനക ലേപനം എന്ന പേരിൽ അറിയപ്പെടുന്ന മരുന്ന്. ഇത് സിദ്ധമരുന്നാണ്, നീറ്റുമരുന്നാണ്. നീറ്റുമരുന്നായതുകൊണ്ട് തന്നെ അത് ഒരു തുള്ളി നമ്മുടെ നഖത്തിനിടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് കയറി ചെല്ലും. നമ്മുടെ കാലിലും അതുപോലെ തന്നെ കൈകളിലും ഉണ്ടാകുന്ന, നഖത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന അസുഖമാണ് കുഴിനകം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഡിഷ് വാഷ് പോലെയുള്ള സാധനങ്ങൾ, പ്രത്യേക എല്ലാ ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് നമ്മുടെ നഖത്തിന് സൈഡിൽ നീറ്റിലുണ്ടാക്കുന്നു. നീറ്റിൽ തുടർച്ചയായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നഖത്തിന് സൈഡിലുള്ള സ്കിന്ന് നഷ്ടപ്പെടുകയും സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള മരുന്ന് കുഴിനകത്തിനുള്ള ഈ നീറ്റ് മരുന്നാണ്. നമ്മൾ പാത്രം കഴിയുന്ന സമയത്ത് നീറുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. കുഴിനകമുള്ള ശക്തമായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നഖം നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം അല്പം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ അല്പം ഉപ്പുവെള്ളത്തിലോ നഖം വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചിട്ട് ഒരു തുള്ളി നഖത്തിന് ഇടയിലേക്ക് ഒന്ന് ഒഴിച്ചാൽ മതി. രാവിലെയും വൈകിട്ടും അങ്ങനെ 3 ദിവസം ഈ മരുന്ന് ചെയ്യുന്നതിൽ കൂടി പൂർണ്ണമായിട്ടും കുഴിനകം മാറിയിരിക്കും. നഖം പറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിലുള്ള അത്തരം കേസുകളിൽ പോലും ഈ മരുന്ന് വളരെ ഫലപ്രദമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ രോഗത്തിൽ നിന്ന് ശമനം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ മരുന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അടുത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്
രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോകളിൽ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. കൊളസ്ട്രോളിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് നമ്മുടെ ഇരുമ്പൻപുളിയിൽ നിന്ന്, ഇലിമ്പിക്കയിൽ നിന്നുണ്ടാക്കുന്ന വൈനാണ്. പലരുടെയും ഒരു ധാരണ വൈൻ, ഇലിമ്പിക്കയുടെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച കിഡ്നിയൊക്കെ അങ്ങ് അടിച്ചു പോകുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പല ഉന്നത മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെ എല്ലാം, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു സംസാരം, നമ്മൾ ഇലിമ്പിക്ക കഴിച്ചാൽ പുളിഞ്ചിക്ക കഴിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ എല്ലാം കിഡ്നി അങ്ങ് അടിച്ചു പോകും എന്നാണ് പറയുന്നത്. ആ ഒരു ആരോപണം അല്ലെങ്കിൽ ദുഷ്പ്രചരണം പൂർണ്ണമായിട്ടും ശരിയല്ല എന്ന് അനുഭവത്തിൽ കൂടി, കഴിഞ്ഞ 25 വർഷത്തെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നു. ഏത് സാധനവും വൈനാക്കി മാറ്റുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അത് തന്നെയല്ല പുളിഞ്ചിക്ക ഉപയോഗിച്ച്, ഇലിമ്പിക്ക ഉപയോഗിച്ച് ആരുടെയും കിഡ്നി അടിച്ചു പോയതായിട്ട് ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് നമുക്കുള്ള അനുഭവങ്ങൾ, നമ്മുടെ തിരുവനന്തപുരം സൈഡിലുള്ള തെക്കൻ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാളംപുളിയാണ്. മധ്യകേരളത്തിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുടംപുളിയാണ്. അതിനപ്പുറത്തേക്കുള്ള തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ള ആൾക്കാർ മുഴുവൻ പുളിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇലുമ്പൻ പുളിയാണ്, അല്ലെങ്കിൽ പുളിഞ്ചിക്കയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിഡ്നി അടിച്ചു പോകുമായിരുന്നുവെങ്കിൽ നമ്മുടെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്ക് ആർക്കും കിഡ്നി കാണില്ലായിരുന്നു ഇന്ന്. ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ദുഷ്പ്രചരണത്തിനുള്ള ഒരു മറുപടി എന്നുള്ള രീതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. മറ്റൊരു കാര്യം, നമുക്ക് പല ആൾക്കാരും അനുഭവപ്പെടുന്ന, പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ വയറ് അപ്സെറ്റ് ആകുന്നു എന്നുള്ളതാണ്. വയറ് അപ്സെറ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ വയറിളപ്പുണ്ടാകുന്നു, വയറ്റിലൊരു വിമിഷ്ടമുണ്ടാകുന്നു, ആകെ ഒരു അസ്വസ്ഥതയുണ്ടാകുന്നു, നേരിയ വയറുവേദന ഉണ്ടാകുന്നു, നേരിയ തോതിൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവർക്ക് അങ്ങനെ വയറ് അപ്സെറ്റ് ആകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാവുന്ന സാധനം നമ്മുടെ ജാതിക്കയുടെ വൈനാണ്. ജാതിക്കയുടെ വൈന് 1 ഔൺസ് വീതം ഒരു 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അവരുടെ അസുഖം മാറും. അതേസമയത്ത് കൊളസ്ട്രോളിനുള്ള മരുന്നായിട്ട് പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പിക്ക വൈൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, അവർ ദിവസം 1 പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത്. 1 ഔൺസ് വീതം 15 ദിവസം കിടക്കുന്നതിന് തൊട്ട് മുമ്പ്. കൊളസ്ട്രോളിനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നവർ ഇലിമ്പിക്കയുടെ അല്ലെങ്കിൽ പുളിഞ്ചിക്കയുടെ വൈന് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് 1 ഔൺസ് വീതം 15 ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തോളുക. സാധാരണഗതിയിൽ അവരുടെ കൊളസ്ട്രോൾ നോർമലായിരിക്കും. 3-4 മാസം കഴിയുമ്പോൾ കൊളസ്ട്രോൾ വീണ്ടും ഉണ്ടാകുന്ന സമയത്ത് മാത്രം അവരത് കഴിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ശാശ്വതമായിട്ട് വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അലോപ്പതിയിലെ ടാബ്ലറ്റുകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ജാതിക്കയുടെ വൈൻ്റെ കാര്യം ഞാൻ, പിന്നെ ചക്കയുടെ ഒരു വൈൻ്റെ കാര്യം ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, വളരെയേറെ പ്രയോജനം ചെയ്യുന്ന സാധനമാണ് ചക്കയുടെ വൈന്. അപ്പോൾ ചക്കയുടെ വൈന് ദിവസം 1 ഔൺസ് വീതം കഴിച്ചാൽ മതി. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1 ടീസ്പൂണേ കൊടുക്കാവുള്ളൂ. ആ രീതി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ തലത്തിലുള്ള നമ്മുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിൽ വളരെ മുൻപന്തിയിലേക്ക് വരും. ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ജക്കാലിൻ എന്ന് പറയുന്ന പോഷകാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനമാണ് ചക്ക എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആയുർവേദ തലത്തിലെ, മെഡിസിനൽ തലത്തിലെ അതിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുള്ളത് മോഷൻ ശരിയാകുന്നില്ല എന്നുള്ളതാണ്. മോഷൻ ശരിയാകാതെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നു, അസിഡിറ്റി ഉണ്ടാകുന്നു, മലബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടുമുക്കാലും ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഫലപ്രദ മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ത്രിഫലപ്പൊടിയാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നീ 3 സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കപ്പെടുന്ന മരുന്നാണ്, ആയുർവേദ മരുന്നാണ്.
മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ആൾക്കാർക്കും അതിൽ നിന്ന് ശാശ്വതമായി മോചനം കിട്ടുന്നതിന് ഉപയോഗിക്കാവുന്ന സാധനമാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഏതാണോ ആ ഭക്ഷണത്തിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മലബന്ധം എന്ന് പറയുന്നത്. അതിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും. അപ്പം അതിനുള്ള പ്രതിവിധിയായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ത്രിഫലപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിച്ചോളുക. അത് കഴിച്ചതിന് ശേഷം മറ്റ് സാധനങ്ങളൊന്നും കഴിക്കരുത്. രാവിലെ മോഷൻ വളരെ ഫ്രീ ആകും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള മലബന്ധവും ഗ്യാസും അസിഡിറ്റിയും പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മരുന്നുകൾ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മുടെ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അറിയിപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കൊണ്ടിരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.